നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീചാർഡ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള ഈ കഴിഞ്ഞ ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ ഓരോ ചോദ്യങ്ങളും നോട്ട് ചെയ്ത് കൃത്യമായി പഠിക്കുക. നമുക്ക് ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപാണ്. സമുദ്രപ്രതാപ് 2025 ഡിസംബറിൽ അന്തരിച്ച 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ലയാണ്. 2025 ഡിസംബറിൽ അന്തരിച്ച 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. ഒരു കലണ്ടർ വർഷം 11 ബാഡ്മിൻ്റൺ സിംഗിൾസ് കിരീടങ്ങൾ എന്ന റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്തിയ ദക്ഷിണ കൊറിയൻ താരം ആൻ സെ യോങ് ആണ്. ആൻ സെ യോങ് ഒരു കലണ്ടർ വർഷം 11 ബാഡ്മിൻ്റൺ സിംഗിൾസ് കിരീടങ്ങൾ എന്ന റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്തിയ ദക്ഷിണ കൊറിയൻ താരം ആൻ സെ യോങ്. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ പി വിശ്വനാഥനാണ്. കൽപ്പറ്റ നഗരസഭയിലാണ് അദ്ദേഹം ചെയർപേഴ്സൺ ആയത്. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സണാണ് പി വിശ്വനാഥൻ, കൽപ്പറ്റ നഗരസഭ. ചൈനയിൽ തുറന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കം. ചൈനയിൽ തുറന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കം ദി ടിയാൻഷൻ ഷെൻഗിൽ ടണലാണ്. ദ ടിയാൻഷൻ ഷെൻഗിൽ ടണൽ 22.13 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. റിപ്പബ്ലിക് ഓഫ് സൊമാലിയൻഡിനെ സ്വതന്ത്രം പരമാധികാരവുമുള്ള രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം. റിപ്പബ്ലിക് ഓഫ് സൊമാലിയൻഡിനെ സ്വതന്ത്രവും പരമാധികാരവുമുള്ള രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഇസ്രയേലാണ്. 2025 ഡിസംബറിൽ അന്തരിച്ച പാകിസ്ഥാൻ കേന്ദ്ര ബാങ്കിൻ്റെ ആദ്യ വനിതാ ഗവർണറായിരുന്ന വ്യക്തി ഷംഷാദ് അക്തറാണ്. 2025 ഡിസംബറിൽ അന്തരിച്ച പാകിസ്ഥാൻ കേന്ദ്ര ബാങ്കിൻ്റെ ആദ്യ വനിതാ ഗവർണറായിരുന്ന വ്യക്തി ഷംഷാദ് അക്തർ. ഇന്ത്യൻ നാവികസേനയുടെ 40 വർഷത്തെ സേവനത്തിനു ശേഷം 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി INS സിന്ധു ഘോഷാണ്. ഇന്ത്യൻ നാവികസേനയിലെ 40 വർഷത്തെ സേവനത്തിനു ശേഷം 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി INS സിന്ധു ഘോഷ്. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ 2026-29 വർഷത്തെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധുവിനെയാണ്. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ 2026-29 വർഷത്തെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധു. അടുത്ത ചോദ്യം. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ബിലാസ്പൂരാണ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ. 2025 ഡിസംബർ 30 അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ഖാലിദ സിയ ആണ്. 2025 ഡിസംബർ 30 അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ഖാലിദ സിയ. ഏവിയേഷൻ അനലിറ്റിക്സ് സ്ഥാപനമായ OAGയുടെ റിപ്പോർട്ട് പ്രകാരം 2025 ഏറ്റവും തിരക്കേറിയ 10 വിമാന റൂട്ടുകളിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് മുംബൈ ഡൽഹി വിമാന റൂട്ടാണ് കേട്ടോ. മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ കേരള പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പോഡ എന്ന പദ്ധതിയാണ്. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ പാത NH45 മധ്യപ്രദേശിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ പാത NH45. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ സായി ജാദവ് ആണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ സായി ജാദവ്. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ നേടുന്ന ആദ്യ രാഷ്ട്ര നേതാവ് നരേന്ദ്രമോദിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ നേടുന്ന ആദ്യ രാഷ്ട്ര നേതാവ്. റൺ ഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി 2025 ഡിസംബറിൽ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുത്ത സിക്കിമിലെ ചുരങ്ങൾ ചോല ദോക്ലയാണ്. ചോലയും ദോക്ലയുമാണ്. ഈ ല എന്ന വാക്കിൻ്റെ അർത്ഥം പാസ് എന്നാണ്. ചോല എന്നതും ദോക്ല എന്നതും ചുരങ്ങളാണ് കേട്ടോ. സിക്കിമിലുള്ള ചുരങ്ങളാണ്.
2025 ഡിസംബറിൽ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ബി സായിറാമാണ്. 2025 ഡിസംബറിൽ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ബി സായിറാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി എന്നാണ് കേട്ടോ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി എന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നോക്കി വെച്ചോളാം. ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ലക്ഷ്യമിട്ട് പാർലമെൻറ്റ് പാസാക്കിയ ബിൽ സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി എന്നാണ് കേട്ടോ. സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി എന്നതാണ് ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ലക്ഷ്യമിട്ട് പാർലമെൻറ്റ് പാസാക്കിയ ബില്ലിൻ്റെ പേര്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക, നോട്ടുകൾ തയ്യാറാക്കി തന്നെ പഠിക്കുക. ഇതുമോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമാവും. നോട്ടുകൾ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.